അഭിപ്രായ സർവേകളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന നിഷ്ഫലത വെളിവാക്കുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ മുൻനിർത്തിയ വാർത്തകൾ ഇങ്ങനെ. തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ നിശ്ചിത പാർട്ടികളെ പിന്തുണച്ച് നടത്തുന്ന അഭിപ്രായ സർവേകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് ഒളിക്യാമറ ഓപ്പറേഷൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഊതിപ്പെരിപ്പിച്ചും വിശ്വാസയോഗ്യമല്ലാതെയും ഈ ഏജൻസികൾ സർവേ ഫലം പുറത്തുവിടുന്നുവെന്നാണ് ചാനൽ കണ്ടെത്തിയത്. കള്ളം പറയുന്നു. ഏതായാലും ഇത്തരമൊരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ BJP മാത്രമാണ് അഭിപ്രായ സർവേകളെ പൊതുവെ പിന്തുണച്ച് അത് അഭിപ്രായ പ്രകാശന സ്വാതന്ത്ര്യമാണ് എന്ന് വാദിച്ചത്. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP മാറുമെന്ന് അഭിപ്രായ സർവേ വന്നിട്ടുണ്ട് എന്നുകൂടി നാം ഓർക്കണം. സുകുമാരൻ നായർ സ്വയം അവകാശപ്പെട്ടത് താൻ നായന്മാരുടെ മാർപ്പാപ്പയാണ് എന്നാണ്. ഇത് കേട്ട് ഉടനെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചിലർക്ക് തോന്നുന്ന ഒരുതരം കോപ്പ് വിചാരമാണ് ഇത് എന്ന് VT ബൽറാം പ്രതിവചിക്കുകയും ചെയ്തു. അതുകൊണ്ടും തീർന്നില്ല. യുവ നേതാവായ MLA ആയ VT ബൽറാം അങ്ങനെ പ്രതിവചിച്ചുവെങ്കിൽ അതിലും യുവാക്കളായ ആളുകൾ NSS പ്രസിഡന്റിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, NSS ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കാണുക. ദേശാഭിമാനിയുടെ അവസാന പുറം. NSS ജനറൽ സെക്രട്ടറി കോമാളി എന്നാണ് KSU പ്രസിഡന്റ് KJ ജോയ് വിലയിരുത്തിയിരിക്കുന്നത്. അതിങ്ങനെ: മഹാന്മാരുടെ മുഖത്ത് കരികൊണ്ട് കോലം വരയ്ക്കുന്ന കോമാളിയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു. സാമുദായിക സംഘടനകളുടെ ദൗത്യം സമുദായത്തിൻ്റെ പുനരുദ്ധാരണമാണ്. മന്നത്ത് പത്മനാഭൻ NSSൻ്റെ സ്വകാര്യ സ്വത്തല്ല. NSS ആസ്ഥാനത്തിൽ പുല്ലുപറിക്കാൻ വന്ന സുകുമാരൻ നായർ സ്വയം പടച്ചോനാണെന്ന് പ്രഖ്യാപിക്കും മുമ്പ് പെരുന്നയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കാൻ NSS നേതൃത്വം തയ്യാറാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. സമാനമായൊരു അഭിപ്രായം G സുധാകരൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ വളരെയധികം പ്രകോപനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന കാര്യവും നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത് നല്ലതാണ്. EFL നിയമം, പരിസ്ഥിതി ദുർബല പ്രദേശ നിയമം അധാർമികമാണ്. ആ നിയമം തന്നെ അപ്പാടെ അധാർമികമാണ് എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വെടിപൊട്ടിക്കും പോലെ പറഞ്ഞ വാർത്താപത്രങ്ങളിൽ നിന്ന് തന്നിരിക്കുന്നു. മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജിൽ അത് തരുന്നത് ഇങ്ങനെയാണ്: പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ സംബന്ധിച്ച നിയമം അധാർമികമാണെന്നും ഈ വിഷയത്തിൽ ആദ്യം മുതൽ താൻ ഈ നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ കാലത്ത് പോലും ഭൂമി വില കൊടുത്താണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പട്ടയ ഭൂമി പോലും വില കൊടുക്കാതെ എടുത്തു. ചെറുകിടക്കാരിൽ നിന്ന് അങ്ങനെ ഏറ്റെടുത്ത സാഹചര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് അത് അധാർമികമാണ് എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. പത്രലോകം എന്ന് പറഞ്ഞുകൂടാ, മലയാള മനോരമയിൽ മാത്രമാണ് ഒറ്റ വായനയിൽ ആ വാർത്ത പ്രാധാന്യത്തോടെ തന്നു കണ്ടത്. DA കൂട്ടാൻ പോകുന്നു കേന്ദ്ര ജീവനക്കാരുടെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രഖ്യാപനം വരും. ഇത്തവണ DA 10% കൂടുക. അങ്ങനെ കൂടുമ്പോൾ വരുന്നൊരു സവിശേഷത 90% DA 10% കൂടി 100% അടിസ്ഥാന ശമ്പളത്തിനൊപ്പം തന്നെ DAയും മാറിത്തീരുന്ന അവസ്ഥ. മലയാള മനോരമ 1-ാം പേജിൽ കേന്ദ്ര DA വർധന തീരുമാനം നാളെ വരുമെന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാളെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം സർക്കാർ ജീവനക്കാർക്ക് 10% DA വർധന കൂടി അനുവദിക്കും എന്ന് അറിയുന്നു എന്ന് പറയുമ്പോൾ അത് നാളെ തീരുമാനമാകും, മറ്റന്നാൾ വാർത്തയായി തീരുകയും ചെയ്യും. മഹാശിവരാത്രിയാണിന്ന്. ആലുവ മണപ്പുറം ബലിതർപ്പണത്തിന് സജ്ജമായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ജന്മഭൂമിയുടെ 1-ാം പേജ് വാർത്ത കാണുക. ഇന്ന് മഹാശിവരാത്രി. ആലുവ മണപ്പുറം ബലിതർപ്പണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് ആയിരങ്ങൾ ഇന്നെത്തും. ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 300 ബലിത്തറകളിൽ 1000 പേർക്ക് ഒരേ സമയം തർപ്പണം നടത്താവുന്ന ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ജന്മഭൂമി 1-ാം പേജ് വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. വ്യത്യസ്ത മുഖലേഖനങ്ങളാൽ സമ്പന്നമാണ് ഇന്നത്തെ ദിവസം. കാണുക മാതൃഭൂമിയുടെ മുഖലേഖനം. കോൺഗ്രസിൻ്റെ തീക്കളിയെ സംബന്ധിച്ചാണ് കാഴ്ചയ്ക്കപ്പുറം എന്ന തൻ്റെ പങ്ക്തിയിൽ TVR സേണായി പറയുന്നത്. തീക്കളിക്ക് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കോൺഗ്രസ്. എങ്കിലും 29ാമത് സംസ്ഥാന രൂപീകരണം പ്രഖ്യാപിക്കുമ്പോൾ
കോൺഗ്രസ് നടത്തുന്ന തീക്കളിയുടെ അപായങ്ങൾ എന്ത് എന്ന് TVR ഷേണായി നിരീക്ഷിക്കുന്നു. അതിങ്ങനെ: 9 വർഷവും 10 മാസവും മുമ്പ് ഞാൻ തുടങ്ങിയ പങ്ക്തിയുടെ ആദ്യ വാചകം ഇങ്ങനെയായിരുന്നു: ഒരു പ്രേതം കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. പോറ്റി ശ്രീരാമുലുവിൻ്റെ പ്രേതം. നിരാഹാര സമരം നടത്തി മരിച്ചുപോയ, സമരത്തിനിടയിൽ മരിച്ചുപോയ പോറ്റി ശ്രീരാമുലു തെലങ്കാനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പങ്ക്തി അന്ന് ആരംഭിച്ചത്. 2004 ഏപ്രിലായിരുന്നു അത്. 14ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാലം. തെലുങ്ക് പ്രദേശം പാർട്ടിയുമായി BJP സഖ്യത്തിലെത്തിയതിൻ്റെ വെല്ലുവിളി നേരിടാനാണ് കോൺഗ്രസ് തെലങ്കാന രാഷ്ട്രസമിതിയുമായി TRS കൈകോർത്തത്. തെറ്റിൽ നിന്ന് ശരി കണ്ടെത്താൻ എളുപ്പമാണ്. 2 ശരികളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ 2 തെറ്റുകൾ മാത്രമാണ് മുമ്പിലുള്ളതെങ്കിൽ എങ്ങനെയാകും നിങ്ങൾ പ്രതികരിക്കുക? കോൺഗ്രസ് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്നു ഈ തീരുമാനങ്ങളിലൂടെ എന്നാണ് ഈ ലേഖനം നമ്മോട് പറയുന്നത്. ആം ആദ്മി പാർട്ടി ചടുലമായ നീക്കങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യത്തിലേക്ക് ഉയർന്ന പാർട്ടിയാണ്, സമ്മതിക്കാം. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ സാമ്പത്തിക നയമെന്ത്? കൃത്യമായും വ്യക്തമായും അതവർ പറയുന്നില്ല. എങ്കിലും പ്രകാശ് കാരാട്ട് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനം കാണുക. നയം വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ 2 നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ അവരുടെ സാമ്പത്തിക നയം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതിങ്ങനെ: ബിസിനസ്സിൽ സർക്കാരിന് ഒരു കാര്യവുമില്ല എന്ന് കേജ്രിവാൾ പറഞ്ഞു. സർക്കാർ ഒരിക്കലും ബിസിനസ് നടത്തരുത്, ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻസ്പെക്ടർ രാജിനും ലൈസൻസ് രാജിനും തങ്ങൾ എതിരാണ് എന്ന് കേജ്രിവാൾ പറയുമ്പോൾ യോഗേന്ദ്ര യാദവ് എന്ന 2ാം നേതാവ് പറയുന്നത് കാണുക. സാമ്പത്തിക പൊതുവിതരണ സമ്പ്രദായം സംബന്ധിച്ച് ഇടതുപക്ഷ വീക്ഷണത്തിനെതിരാണ് യോഗേന്ദ്ര യാദവ്. മുംബൈയിൽ നടന്ന ഒരു നിക്ഷേപ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭക്ഷ്യ സബ്സിഡി നൽകരുത്, വ്യക്തികൾക്ക് നേരിട്ട് ഭക്ഷണം നൽകി പാവങ്ങളെ സേവിക്കുന്നത് ഫലപ്രദമല്ലാത്തതും ചെലവേറിയതുമായ നടപടിയാണ്. യാദവിൻ്റെ വിടുവായുത്വം ഇങ്ങനെ തുടരുന്നു. കോൺഗ്രസിനും BJPക്കുമെതിരെ മാത്രമല്ല ഇടതുപക്ഷത്തിനെതിരെയുള്ള ബദലാണ് ഞങ്ങൾക്ക് ആവശ്യം. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ബദൽ എന്താണ് എന്ന് ദിനംതോറും തെളിഞ്ഞു വരികയാണെന്നർത്ഥം. നവലിബറൽ നയങ്ങൾക്ക് ഒരു ബദലും ആം ആദ്മി മുന്നോട്ട് വയ്ക്കുന്നില്ല. അതാണ് അവരുടെ പരിമിതി എന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. അതിൻ്റെ മൊണ്ടാഷ് വരാൻ ഇടയില്ലാത്തത് കൊണ്ട് നേരിട്ട് നമുക്ക് ചിത്രത്തിലേക്ക് തന്നെ കടക്കാം. ഇന്ന് ശിവരാത്രിയാണ്, പൊതു അവധിയുമാണ്. ഇന്നലെ ശിവാലയ ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവാലയ ഓട്ടം എന്തെന്നറിഞ്ഞുകൂടാകപ്പ പ്രേക്ഷകർക്ക് ഈ ചിത്രം സഹായകമാകും. ഈ ചിത്രം കാണുക. 100 കിലോമീറ്റർ ചുറ്റളവിലെ 12 ശിവക്ഷേത്രങ്ങൾ ഓടിത്തൊഴാൻ തമിഴ്നാട് അതിർത്തിയിലെ മുഞ്ചിറ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ഓട്ടം തുടങ്ങിയ ഭക്തരുടെ ചിത്രം T. രാജൻ പൊതുവാൾ പകർത്തി മാതൃഭൂമിയുടെ 1ാം പേജാണിന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഓട്ടപ്രദക്ഷിണ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.